ഗായ്സ് ഇന്ന് കുറച്ച് അയിലക്കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് മുളക് കറി. അത് പെട്ടെന്ന്. അപ്പോൾ അതിലേക്ക് തക്കാളി ഉണ്ട്, ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളിയാണ് ഞാൻ അരക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചും പേസ്റ്റാണ്. പിന്നെ ഒരു ചെറുനാരകൻ്റെ വലുപ്പത്തിലൊരു പുളി, ഒരു ഉണ്ട പുളി. ഇതെല്ലാം നന്നായി കഴിഞ്ഞിട്ടുണ്ട്, മിക്സിയിലിട്ടിട്ടുണ്ട്. ഞാൻ അരച്ചെടുക്കണം. അപ്പോൾ ഒരു 2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. തക്കാളി, ചെറിയുള്ളി ഒക്കെ പട്ടിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് പേസ്റ്റ് രൂപമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെക്കാം. അങ്ങനെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉലുവ മൂത്തിലുണ്ട്. ഇനി ഒരു ചെറിയൊരു സവാള അരിഞ്ഞുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇട്ടിട്ടുണ്ട്. ഒരു 3 മുളക് നടു കീറിയത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടെടുക്കുക. ഉപ്പ് അവരാരെ പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിൽ കഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് നല്ലൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയെടുക്കുക. എല്ലാത്തിനും പച്ചമണം ഒന്ന് പോകുന്ന വരെ. അതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും നല്ല തിളച്ചിട്ടുണ്ട്. എന്തായാലും മീൻ ഇട്ട് കൊടുക്കുക. കുറച്ച് മീൻ ഞാൻ മാറ്റിയിട്ടുണ്ട് പൊരിക്കാനും വേണ്ടിയിട്ട്. ഇനി ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് മൂടി വെക്കാം. അങ്ങനെ നമ്മൾ സാധനം നമുക്ക് റെഡി ആയിക്കണം. ഇനി നമ്മൾക്ക് ഒന്ന് തൂമിച്ചെടുക്കാം. ഞാൻ തൂമിക്കൽ കൂടുതലും തൂമിക്കുമ്പോൾ കടുക് ഉപയോഗിക്കാറുണ്ട്. ചിലവർ ഉപയോഗിക്കാറില്ല. അങ്ങനെ എന്തായാലും കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി, കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇടാം. ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ലേശം ഒന്ന് മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെ കടുകൊക്കെ നല്ല പൊട്ടിയിട്ട് ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ എന്തായാലും നമ്മൾ കറി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. 5-6 മിനിറ്റോട് കറിയായി. കാലത്ത് ബാക്കി വെച്ചൊരു അപ്പം ഉണ്ടായിരുന്നു. അതേതായാലും ഒന്ന് കുട്ടി കഴിക്കട്ടെ. എന്തായാലും അടിപൊളിയായിരുന്നു.